ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ പഴുതടച്ചുള്ള അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. നേരത്തെ കൊക്കൈൻ കേസിൽ ഷൈൻ അടക്കമുള്ള പ്രതികൾ കുറ്റവിമുക്തരായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കൂടിയാലോചനകൾ നടത്താനുള്ള പോലീസിന്റെ തീരുമാനം. 2015 കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 8 പ്രതികൾ കുറ്റവിമുക്തരായ സാഹചര്യത്തിലാണ് നിലവിലെ ലഹരി കേസിൽ ഷൈനെതിരെ പോലീസിന്റെ പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണ നീക്കം. കൂടിയാലോചനകൾ നടത്തി വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമേ രണ്ടാംഘട്ട ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈനിന്റെ പങ്ക്, ലഹരി ഇടനിലക്കാരുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതടക്കം പോലീസ് പരിശോധിച്ചു വരുന്നു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയാണ് നിലവിലെ എഫ്ഐആർ എങ്കിലും സാമ്പത്തിക ഇടപാടുകളിലെ അന്വേഷണം ലഹരി ഇടനിലക്കാരിലേക്ക് എത്തുമെന്ന ഭയം ഷൈനിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയമോപദേശം കൂടി തേടിയത്. കൊക്കൈൻ കേസിൽ പോലീസിനുണ്ടായ നാണക്കേട് ചെറുതല്ല. പോലീസ് ഉദ്യോഗസ്ഥർ പോലും കൊക്കൈൻ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ വാദത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാസലഹരി സാന്നിധ്യ പരിശോധനാ ഫലം, ലഹരി ഇടപാടുകാരുമായുള്ള ബന്ധം സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ ഇവ മുൻനിർത്തിയാകും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പോലീസിന്റെ തുടർ അന്വേഷണം. ജനം, കൊച്ചി.